സ്നേഹാൻശു ശർമ്മ എന്ന് പറയുന്ന 9 വയസ്സുള്ള പയ്യൻ കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറി ആദർശ് നഗറിന് അടുത്തുള്ള കോന്നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. 4ാം ക്ലാസ്സിലായിരുന്നു ഈ ഒരു പയ്യൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പയ്യൻ്റെ സാധാരണ റൊട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളിയും TV കാണലൊക്കെയാണ്. അതിനുശേഷം ഈ പയ്യൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ട്യൂഷന് പോകും. പിന്നീട് ഒരു 7 മണിയൊക്കെ ആവും ഫ്രണ്ട്സ് വരുന്ന ആ ഒരു ടൈം ആവുന്നതിന് വേണ്ടിയിട്ട്. ആ 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഈ കുട്ടി ബാക്കിയുള്ള കുട്ടികളുമൊക്കെ ആയിട്ട് കളിക്കും. അപ്പോൾ അന്നത്തെ പോലെ തന്നെയായിരുന്നു ആ ഒരു ദിവസവും. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 16, 2024. അപ്പോൾ അന്നും ഈവനിങ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ പയ്യൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അതായത് അവർ ഫ്രണ്ട്സാണ്. ഈ ഒരു 7 മണി ടൈമിൽ രാജേഷ് ട്യൂഷൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കളിക്കാറുള്ളതാണ്. എന്നാൽ അന്നത്തെ ദിവസം ഈ ഒരു സ്നേഹാൻശുവിനെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജേഷ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരനെ വിളിക്കാനായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ പുറത്തെത്തിയിട്ട് ഈ പയ്യൻ്റെ പേര് ഉറക്കെ വിളിച്ചു. എന്നാൽ അകത്തുനിന്ന് ആരും വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പയ്യൻ എന്താണെന്നുണ്ടെങ്കിലും അകത്ത് കയറി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അകത്ത് കയറി നോക്കിയപ്പോൾ ആ ഒരു പയ്യൻ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. തൻ്റെ സ്വന്തം സുഹൃത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഒരു പയ്യൻ കണ്ടത്. ഇത് കണ്ട് പേടിച്ച് അന്താളിച്ചു പോയ ആ ഒരു പയ്യൻ അലറി വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഓടുകയായിരുന്നു. എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോഴത്തേനും നാട്ടുകാരെല്ലാം തന്നെ ഓടിക്കൂടുകയുണ്ടായി. അപ്പോഴത്തേനും പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസുകാരും സ്ഥലത്തോട്ട് എത്തുകയാണ്. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. പ്രാഥമികമായ പരിശോധനകൾക്കും മറ്റും ശേഷം ബോഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ പയ്യന് എന്താണ് സംഭവിച്ചത്, ആ പയ്യൻ്റെ പാരൻസ് എങ്ങോട്ടാണ് പോയത്, അതുപോലെ തന്നെ ആരാണിത് ചെയ്തത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. 2012 പങ്കജ് ശാന്ത ശർമ്മ ദമ്പതികൾ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 2015 സ്നേഹാൻശു ശർമ്മ എന്ന് പറയുന്ന ഒരു മകൻ ഇവർക്ക് ജനിക്കുന്നത്. പങ്കജിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സാധാരണ ഒരു 9 to 5 ജോബായിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം 5 മണി കഴിയുമ്പോഴത്തേനും ആൾ വീട്ടിലോട്ട് എത്താറുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് ഈ പയ്യൻ മരിക്കുന്നതിനും കുറച്ച് നാളുകൾക്ക് മുൻപ് ആൾക്ക് കുറച്ച് ഡ്യൂട്ടിയൊക്കെ കൂടുകയാണ്. ആൾക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകേണ്ടതായിട്ട് വരികയാണ്. ജോലി സംബന്ധമായിട്ട് പല പുറത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകേണ്ട സിറ്റുവേഷനൊക്കെ വരികയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ആളിങ്ങനെ റെഗുലറായിട്ട് ഡെയിലി വീട്ടിൽ വന്നിരുന്ന പോലെ വരാതെയായി. അതായത് വർക്കിൻ്റെ കൂടുതലായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വൈഫായിട്ടുള്ള ശാന്തയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ബോറടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഒരു ജോലി അന്വേഷിക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ സെയിൽസ് വുമൺ ആയിട്ട് അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പയ്യൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ സ്കൂളിലോട്ട് പോകും. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേനും സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. പിന്നീട് ഇതേപോലെ തന്നെ TVയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. പിന്നീട് 7 മണിക്ക് ആകുമ്പോഴത്തേനും ആ പയ്യൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരും, കളിക്കും. അപ്പോൾ അന്നത്തെ ദിവസവും അതുപോലെ തന്നെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ദിവസം ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പാരൻസ് ചിന്തിച്ചിരുന്നത്. അതായത് എന്നത്തെയും പോലെ തന്നെ ഒരു ദിവസമായിരുന്നു അന്നും. എന്നാൽ ആ 16-ാം തീയതി ഇത്രത്തോളം വലിയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം കൂട്ടുകാരനെ കാണാതായപ്പോഴാണ് ആ പയ്യൻ വീട്ടിൽ പോയി നോക്കിയത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും. പോലീസുകാരെത്തി ആ ഏരിയ കംപ്ലീറ്റ് സീൽ ചെയ്യാണ്ടോ. അതിനുശേഷം പിറ്റേ ദിവസം 5 പേരടങ്ങുന്ന ഫോറൻസിക് ടീം അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സാമ്പിൾസും കാര്യങ്ങളെല്ലാം തന്നെ അവർ കളക്ട് ചെയ്തു. ഫിംഗർ പ്രിൻറ്റ്സ്, ഫുട് പ്രിൻറ്റ്സ്, അതുപോലെ തന്നെ DNA സാമ്പിൾസ്. പിന്നെ പോരാത്തതിന് അവർക്ക് അവിടെ നിന്ന് രക്തത്തിൽ കുതിർന്ന ഇത്തിരി വളഞ്ഞ ഒരു കിച്ചൺ നൈഫ് വരെ കിട്ടുകയാണ്. അപ്പോൾ കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആയുധം അതാണെന്നുള്ളതും ഇതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ തന്നെ വിനായകൻ്റെ ഒരു വിഗ്രഹവും ഇതുപോലെ തന്നെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്. വളരെ ക്രൂരമായിട്ടായിരുന്നു ഈ ഒരു പയ്യനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ പോലീസ് ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ അറിയാൻ പാടില്ലാത്ത എന്തോ അറിഞ്ഞു, എല്ലാം നിലയിൽ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടു. ഈ പയ്യൻ ഇനി ജീവിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആപത്താണ്. അതുകൊണ്ട് ഈ ഒരു പയ്യനെ ഇല്ലാതാക്കിയതാണ്. അങ്ങനെയുള്ള ഒരു കൺക്ലൂഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. എന്താണ് ഈ പയ്യൻ അറിഞ്ഞതെന്നോ എന്താണ് ഈ പയ്യൻ കണ്ടതെന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ക്ലൂവും പോലീസിന് ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ഒരു പയ്യൻ്റെ എക്സിസ്റ്റൻസ് വേറെ ആർക്കോ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ഈ ഒരു ചെറിയ പയ്യൻ്റെ അടുത്ത് ചെയ്തത് എന്നുള്ളൊരു കൺഫർമേഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് പല ആംഗിളിൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ പാരൻസിനെ ആദ്യം തന്നെ ചോദ്യം ചെയ്തിട്ട് അവർക്ക് വല്ല ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. എന്നാൽ ഇത്രത്തോളം വലിയൊരു ക്രൂരകൃത്യം ചെയ്യാനും മാത്രമുള്ള ശത്രുക്കളൊന്നും
തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു പയ്യൻ പഠിച്ച സ്കൂളിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനോട് അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ്റെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികളുടെ അടുത്ത് അങ്ങനെ പല ആളുകളുടെ അടുത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് പോലീസ് ഒരു കാര്യം മനസ്സിലാക്കിയത്. സ്കൂൾ വാനിൽ വെച്ചിട്ട് ഈ ഒരു പയ്യനും വേറൊരു പയ്യനും തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ വാൻ ഡ്രൈവറുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, സാർ അത് സാധാരണഗതിയിൽ പിള്ളേർ തമ്മിലുള്ള ഒരു അടി തന്നെയാണ്, അല്ലാണ്ട് ആ പയ്യനും ചെറിയ പയ്യനാണ്, ഈ ഒരു പയ്യനെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും ആ ഒരു പയ്യന് ഉണ്ടാകില്ല. അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെയും വീട് നല്ല ദൂരത്തിലാണ്, സാധാരണ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണല്ലാതെ ആ പയ്യനൊന്നും ആയിരിക്കില്ല എന്നുള്ളത് ഈ ഒരു സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ പറയുകയാണ്. എന്നാൽ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് പോലീസുകാർ ആ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് പോവുകയും അതുപോലെ തന്നെ അത് വെരിഫൈ ചെയ്യുകയും ചെയ്തു. പിന്നെ പോലീസുകാർ വീടും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ മോഷണം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും മറ്റൊന്നും തന്നെ അവിടെ കണ്ടില്ല. പിന്നെ ചുറ്റുള്ള ആളുകളോട് ചോദിച്ചു, പുതിയതായിട്ട് അതായത് നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഇവിടെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവരും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ടീം പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസ് കളക്ട് ചെയ്യുകയാണ്. ഈ കേസിനെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ലീഡ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ പയ്യൻ്റെ അമ്മ ആ പട്ടിക്ക് ഫുഡ് കൊടുത്തപ്പോൾ ആ പട്ടിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ പട്ടി ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ പട്ടി ഇങ്ങനെ കിടക്കുന്നതിന് 1-2 കാരണങ്ങൾ ഉണ്ടാകാം. പോലീസുകാർ ചിന്തിച്ച ഒന്നാമതൊരു കാരണം ഈ ഒരു പട്ടിയും ആ ഒരു പയ്യനും ഭയങ്കര ക്ലോസ് ആയിരുന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഒരു പയ്യൻ പോയതിൻ്റെ വിഷമത്തിൽ പട്ടി ഇങ്ങനെ കിടക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാരണം കൊണ്ടും പട്ടി ഇങ്ങനെ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ ഒരു പട്ടി കണ്ടിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടും പട്ടി ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കാം എന്നുള്ളൊരു ചിന്ത പോലീസിൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ പോലീസുകാർ കൂടുതലായിട്ട് ആ ഒരു പട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. വേറെ ആരെങ്കിലും ആ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പട്ടി കുരക്കുമോ എന്നുള്ളതായിരുന്നു അവർ മെയിനായിട്ട് അന്വേഷിച്ചത്. അപ്പോൾ നൈബേഴ്സ് എല്ലാവരും പറഞ്ഞു, പട്ടിക്ക് പരിചയമില്ലാത്ത ആരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പട്ടി കുരക്കും എന്നുള്ളത് പറയുകയാണ്. അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിയുടെ കുരയോ ഒന്നും തന്നെ അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ടിക്ക് അറിയാവുന്ന ആരോ ആണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത്. അതായത് തൊട്ടടുത്ത വീടുകളിലുള്ള ഇത്രയും നല്ല പരിചയമുള്ള ഈ കുട്ടിക്കും പട്ടിക്കും ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ആരോ ആണ് ഇത്തരത്തിലൊരു ക്രൈം ചെയ്തത് എന്നുള്ളൊരു ആംഗിളിൽ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു വീട്ടിൽ നിന്ന് കയറ്റി ബാക്കിയുള്ള വീട്ടുകാരെക്കുറിച്ചും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കയറ്റി വേറെ വീട്ടുകാരെക്കുറിച്ചും അങ്ങനെ അവർ കൂടുതലായിട്ട് ചോദ്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും ഈ ഒരു കേസിൽ ഒരു ലീഡും തന്നെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ പോലീസുകാർ മറ്റൊരു ആംഗിളിൽ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. ഈ കുട്ടിയുടെ പാരൻസ് തന്നെ ഇത്തരത്തിലുള്ള ക്രൈം ചെയ്തിട്ട് ഡ്രാമ കളിക്കുന്നതാണെങ്കിലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ഇവരുടെ 2 പേരുടെയും ഫോൺ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ടൈമിലൊക്കെ ഏതൊക്കെ ടവറിൻ്റെ ലൊക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ അമ്മയായിട്ടുള്ള ശാന്ത ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ പോയിട്ട് ഒരു വൈകുന്നേരം ഒരു 6-6:45 വരെ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഷോപ്പിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ പോലീസിനൊരു സംശയം തോന്നുകയാണ്. കാരണം ശാന്തയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചപ്പോൾ താൻ വർക്കിലായിരുന്നെന്നും പിന്നീട് വന്നപ്പോഴാണ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അറിയിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യം അറിഞ്ഞത്. അത്തരത്തിലൊരു മറുപടി ആയിരുന്നു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു നമ്പറിൽ നിന്ന് വേറെ എന്തെങ്കിലും കോളുകളോ മറ്റോ പോയിട്ടുണ്ടായിരുന്നോ എന്ന് നോക്കുമ്പോൾ ഒരു നമ്പറിലോട്ട് ഈ ഒരു പയ്യൻ മരിക്കുന്നതിന് മുമ്പ് കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഇഫാത്ത് പർവീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലായിരുന്നു ആ ഒരു നമ്പർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സ്ത്രീയുടെ നമ്പർ ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസുകാർ ക്രോസ് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 5:45 ടൈമിൽ സെയിം ലൊക്കേഷനിൽ ആ ഒരു നമ്പർ കൂടെ ഉണ്ടായിരുന്നതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അടുത്തതായിട്ട് പോലീസുകാർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർവീൻ്റെ വീടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെയുള്ള എല്ലാ CCTV വിഷ്വൽസും പരിശോധിച്ചു. അപ്പോൾ ഈ ഒരു കൃത്യം നടന്ന ദിവസം ഒരു ഉച്ചയ്ക്ക് 2 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ഈ പർവീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ അവരുടെ ഫോൺ അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം പിന്നീട് ആ ഒരു ശാന്തയുടെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസിന് അവർ അവിടെ എത്തിയെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും മറ്റുമൊക്കെ കിട്ടുകയാണ്. പോലീസുകാരങ്ങനെ പർവീനെയും ശാന്തയെയും കസ്റ്റഡിയിലെടുക്കുകയും നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞതെല്ലാം തന്നെ കൃത്യമാണെന്നും ആൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നെന്നുള്ളതും പോലീസുകാർ കൺഫേം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകവുമായിട്ട് ആൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും പോലീസുകാർ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ 2 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്ത് ഒറ്റക്കൊറ്റക്ക് പോലീസുകാർ ചോദ്യം ചെയ്തു. നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ
പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഉണ്ടായത്. ഈ ശാന്തയുടെ ഫ്രണ്ട് പർവീൻ്റെ വിവാഹം 2018 നടന്നതായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആവുകയാണ് ഉണ്ടായത്. ഈ ശാന്തയുടെയും പർവീൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ട് ഫ്രണ്ട്സാണ്. ഇവർ എത്രത്തോളം ഉള്ളൊരു ഫ്രണ്ട്സാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സാണ്. എന്നാൽ പുറമേ നിന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ്. സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല, അവരൊരു ലെസ്ബിയൻ കപ്പിളായിരുന്നു. ഇവർ ഫോണിലും പല സമയത്തും ഒരുപാടധികം നേരം സംസാരിക്കുന്നത് പതിവായിരുന്നു. ഇത് ശാന്തയുടെ ഹസ്ബൻഡിന് അറിയായിരുന്നു, പലതവണ വാണിങ്ങും കൊടുത്തിട്ടുള്ളതാണ്. പർവീൻ്റെ ഹസ്ബൻഡ് ഇതറിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയത് എന്നുള്ളൊരു രീതിയിലും സംസാരമുണ്ട്. എന്തിനേറെ പറയുന്നു, ആരും അറിയാതെ അൺഒഫീഷ്യലായിട്ട് ശാന്തയും പർവീണും വിവാഹം കഴിച്ചതായിട്ടും ഹണിമൂണ് പോയതായിട്ടും വരെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഇവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തുകയും ഇൻറ്റിമേറ്റ് ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത ടൈമിൽ ഈ ഒരു പർവീൻ ശാന്തയുടെ വീട്ടിലോട്ട് വരുന്നത് പതിവായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു 16-ാം തീയതിയും സംഭവിച്ചത്. ഇവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഈ സ്കൂളിൽ നിന്ന് പയ്യൻ വന്നിങ്ങായിട്ട് നേരെ വീട്ടിലോട്ട് കയറുന്നത്. വീട്ടിൽ കയറിയപ്പോൾ ഈ ഒരു പയ്യൻ തൻ്റെ അമ്മയെയും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയെയും കാണാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ കാണുകയായിരുന്നു. ഈ ഒരു പയ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങൾക്കിനി എന്താ പറയുക ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ തങ്ങളുടെ മാനം പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പർവീൻ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു വിനായകൻ്റെ പ്രതിമ എടുത്ത് ഈ ഒരു പയ്യൻ്റെ തലക്കടിക്കായിരുന്നു. അതിനുശേഷം അടുക്കളയിൽ പോയിട്ട് കത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പയ്യനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ ഈ പയ്യൻ്റെ അമ്മ ശാന്ത അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവരൊന്നും തടഞ്ഞു പോലുമില്ല. ഇതിനെല്ലാം തന്നെ കൂട്ട് നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ആവുമായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മകൻ മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രാമയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായത്. പോലീസുകാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവരെല്ലാ സത്യങ്ങളും തുറന്നു പറയാനുണ്ടായത്. ഈ ഒരു സ്റ്റോറിയും മറ്റും കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവർ രണ്ടുപേരെയും ക്രൈം സീനിലോട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യിപ്പിച്ച് കാണിപ്പിക്കുകയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ കോടതിയിലാണ്, ഇവർ രണ്ടുപേരും ജയിലിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇനി എന്തൊക്കെ സംഭവിക്കും, എന്തെങ്കിലും പുരോഗതിയും മറ്റുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.